ഹലോ ഗായ്സ്. സോ ഇന്ന് നമുക്ക് LeetCode 918 മാക്സിമം സം സർക്കുലർ സബ് അറേ സോൾവ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്. സോ ഈ അറേയിൽ ഒരു സബ് അറേ കണ്ടുപിടിക്കണം, അതായത് ഏറ്റവും മാക്സിമം സമ്മുള്ള സബ് അറേ കണ്ടുപിടിക്കണം. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ എക്സാമ്പിളിൽ ഏത് സബ് അറേക്കാണ് ഏറ്റവും വലിയ സമ്മുള്ളത്. അപ്പോൾ ഇവിടെ 3 ആണ് ഏറ്റവും ഹയസ്റ്റ് സമ്മ്. അപ്പം അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. പക്ഷേ തന്നിരിക്കുന്നതിലുള്ള ഡിഫറൻസ്, ഈ അറേ നോർമൽ അറേ അല്ല, ഇതൊരു സർക്കുലർ ഇൻറ്റീജർ അറേയാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ എലമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് എലമെൻറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റാവും. അപ്പോൾ ഇതൊരു സർക്കിളിൽ ഇങ്ങനെ പോകുന്നതാണ്. സോ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേറ്റവും ഹയസ്റ്റ് സം അറിയുന്നത് ഈ 5ഉം പിന്നെ ഇവിടുത്തെ ഈ 5ഉം ആണ്. അപ്പം ഈ ഒരു ഇതാണ്, അതായത് ബേസിക്കലി ഇതിപ്പോൾ ഇങ്ങനെ തന്നിട്ടുള്ളത് -3 പിന്നെ ഒരു 5, മനസ്സിലായോ? അപ്പോൾ ഇങ്ങോട്ട്, ഇതിന്ന് ഇങ്ങോട്ട്, പിന്നെ ഈ 5 ഇങ്ങോട്ട്. സോ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് സം പറഞ്ഞാൽ ഈ രണ്ടാണ്. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യുമ്പം എന്താ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സർക്കുലർ അല്ല, നോർമൽ അരയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് ഒരു സിമിലർ ക്വസ്റ്റ്യൻ LeetCodeലുണ്ട്, LeetCode 56. സോ അതൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക നമ്മൾ ഇത് സർക്കുലർ അല്ലെങ്കിൽ. അപ്പം സർക്കുലർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കെഡേൻസ് ആൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ആൽഗോരിതം ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അപ്പം അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കറൻറ്റ് മാക്സിമോ ഒരു ഗ്ലോബൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാ പോയിന്റിലും അത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, 0 ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 0 ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ എന്താണോ അത് നമ്മൾ ട്രാക്ക് ചെയ്യുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ഫസ്റ്റ് നമ്മൾ 1നെ മാക്സിമം ആക്കി വെക്കും. പിന്നെ രണ്ടാമത്തേക്ക് പോകുമ്പം ഇതാണോ മാക്സിമം അതോ ഇത് ഈ സെക്കൻഡ് വാല്യൂ പ്ലസ് കഴിഞ്ഞ പ്രീവിയസ് കറൻറ്റ് സം ആഡ് ചെയ്യുമ്പോഴാണോ മാക്സിമം കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര വരുന്നത്? -1 ആണോ അതോ -2 ആണോ വലുത്? അപ്പോൾ -1. ഓക്കെ, ഇനി തേർഡ് എലമെൻറ്റിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ അതേപോലെ ഈ 3 + -1 ആണോ അതോ വെറും 3 ആണോ മാക്സിമം? അപ്പോൾ വെറും 3 ആണ് മാക്സിമം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യും. അതേപോലെ ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യും, ഇത് രണ്ടും ആഡ് ചെയ്താലാണോ ഇത് മാത്രമാണോ മാക്സിമം? അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താലാണ് മാക്സിമം. അപ്പോൾ എത്ര 1. എന്നിട്ട് ഈ മൊത്തത്തിൽ ഏറ്റവും മാക്സിമം എത്രയാണ്? 3. അപ്പോൾ ഈ 3നെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ 3 ആണ് നമ്മളെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന വേറൊന്നാണ് 5 - 3 5. ഓക്കെ, സോ ഈ കേസിൽ എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഈ ആൽഗോരിതം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാക്സിമം 5 ആണ്. പിന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്യും, 5 - 3, അപ്പോൾ 2 ആണ് മാക്സിമം. പിന്നെ ഈ 2ഉം 5ഉം നമ്മൾ നോക്കുമ്പോൾ 7 ആണ് വരിക. അപ്പോൾ 7 ആണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് എന്താ? ഇത് സർക്കുലറാണ്, അതായത് ഈ 5 കഴിഞ്ഞാൽ പിന്നെ ഈ 5ന് കണക്റ്റഡ് ആണ്. അപ്പം ശരിക്കും 10 ആണല്ലോ ആൻസർ വരേണ്ടത്. അപ്പം ഈ 10 എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക നമുക്ക്? അതിനൊരു ട്രിക്ക് ഉണ്ട്, ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ട്രിക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊത്തം അരേൻ്റെ സമ്മ്, അതായത് ഈ തന്നിരിക്കുന്ന അരയില്ലേ 5 - 3, ഇതിൻ്റെ ടോട്ടൽ സം എത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ സമ്മ് 7 ആണ്. ഓക്കെ, ഈ ടോട്ടൽ സമ്മിന്ന് ഈ അരയിലെ ഏറ്റവും മിനിമം സബ് അരേ ഏതാ? മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ ഈ സബ് അരേക്കുള്ള അത് ഈ 3ക്കാണ്. ഈ 3 നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 7 - -3, അതായത് ഇതിപ്പോൾ 7 + 3 ആയില്ലേ, എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ആൻസർ 10 ആണ്. ഇവിടെ 10 അല്ലേ വേണ്ടിയത്, അപ്പോൾ 10 കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു ലോജിക് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ മൈനസ് ഈ അരേൻ്റെ മിനിമം സം എത്രയായിരുന്നു. ചിലപ്പോൾ ഇതാവും ആൻസർ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച പോലെ ഈ ഗ്ലോബൽ മാക്സിമം. ഓക്കെ, ഗ്ലോബൽ മാക്സിമം ഇതിൽ ഏതെങ്കിലും ഒന്നാവും നമ്മൾ ആൻസറായി വരിക. ഓക്കെ, ഇനി ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഐഡിയൻ്റെ പ്രോബ്ലം എന്താ നോക്കാം കേട്ടോ. അപ്പം ഞാനൊരു വേറൊരു സാമ്പിൾ ടെസ്റ്റ് കേസ് എടുക്കാം. ഓക്കെ, നമുക്കിനി ഈ ഒരു ടെസ്റ്റ് കേസ് നോക്കാം. ഈ ടെസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ ആൽഗോരിതം വെച്ചു, അതായത് നമ്മൾ പറഞ്ഞ ആൽഗോരിതം എന്താ, നമുക്ക് ഒരു കറൻറ്റ് സം വാല്യൂ വേണം, പിന്നെ അതിൻ്റെ ഏറ്റവും ഗ്ലോബൽ എത്രയാണ്, ഗ്ലോബൽ വാല്യൂ എന്താണെന്ന് നോക്കണം, പിന്നെ ടോട്ടൽ നമുക്ക് നോക്കണം, പിന്നെ ഇപ്പോഴുള്ള മിനിമം എത്രയാണെന്നൊക്കെ നമ്മൾക്ക് നോക്കണം, കറൻറ്റ് മിനിമം, അതുപോലെ ഗ്ലോബൽ മിനിമം. ഓക്കെ, ഈ ഇത്രയും വാല്യൂസ് നമുക്ക് ട്രാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് -3 സ്റ്റാർട്ട്. അപ്പോൾ ഗ്ലോബൽ എപ്പോഴും നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് വാല്യൂ എന്താണോ അതിൽ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാണ്. അപ്പം ഓക്കെ, സോ ഗ്ലോബൽ ഇപ്പം ഇനീഷ്യലി -3, ഇവിടെ ഗ്ലോബൽ മിനിമം ഇനീഷ്യലി -3 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. കറൻറ്റ് സം എത്രയാണ് നോക്കുക, അതായത്
ഇവിടെ -3 കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പ്ലസ് ഇതാണോ അതോ ഇതാണോ മാക്സിമം നോക്കുക. അപ്പം -2 ആണ് മാക്സിമം. അപ്പോൾ ഇത് ഒഴിവാക്കി -2 ആക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടതിൽ മിനിമം ഇപ്പോൾ -3 ആണ്. ഇനി സെയിം ലോജിക് -3 പ്ലസ് -2 ആണോ മിനിമം അതോ -2 ആണ്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്താലാണ് മിനിമം. അപ്പോൾ -5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഗ്ലോബൽ മിനിമം അപ്ഡേറ്റ് ചെയ്യണോ? യെസ്, ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് മിനിമം, ഏറ്റവും വലിയ മിനിമം. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. അടുത്തയിലേക്ക് വീണ്ടും ഇത് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്താലാണോ മാക്സിമം കിട്ടുക അതോ ഇത് മാത്രം എടുത്താലാണോ മാക്സിമം കിട്ടുക നോക്കുക. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടുക? -5 ആണോ അതോ -3 ആണോ വലുത്? -3 ആണ് വലുത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? -3 എടുക്കും. ഓക്കെ, ഇനി ഗ്ലോബൽ സം നോക്കുമ്പോൾ ഗ്ലോബൽ സം രണ്ടും സെയിം ആണ്. അതുകൊണ്ടൊന്നുമില്ല. അയ്യോ, ഞാൻ ഇവിടെ ടോട്ടൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നുപോയി. സോ നമുക്ക് -3 -2 ഇപ്പോൾ വീണ്ടും -3 അപ്പോൾ -8 നമുക്ക് കറണ്ട് മിനിമം നോക്കാം. കറണ്ട് മിനിമം എത്രയാണ്? -5 പ്ലസ് -3 എത്രയാണ്? -8. അപ്പോൾ -8 ആണോ ചെറുത് -3 ആണോ ചെറുത്? അപ്പോൾ -8 ആണ് ചെറുത്. അപ്പോൾ നമ്മളിവിടെ -8 എന്ന് ആഡ് ചെയ്യും. വീണ്ടും ഗ്ലോബൽ മിനിമം അപ്ഡേറ്റ് ചെയ്യും. ഇതും -8 ആവും. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇത് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാതും ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അതായത് ഒന്നുകിൽ ഗ്ലോബൽ മാക്സിമം നമ്മൾ തിരിച്ചു കൊടുക്കും. ഇതിലേറ്റവും വലുതാണ് തിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ മൈനസ് ഗ്ലോബൽ മിനിമം അല്ലേ? ഇതാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഈ കേസിൽ ഇത് എത്രയാണ്? -3 ഇവിടെ എത്രയാണ് വരുന്നത്? -8 മൈനസ് വീണ്ടും -8. അതായത് ഇത് 0 ആണെന്നാണ് വരുന്നത്. ഓക്കെ, സോ 0. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി 0 ആണ് റിട്ടേൺ ചെയ്യുക. പക്ഷേ നമ്മൾ ഈ തന്നിരിക്കുന്ന അരയിൽ 0 ഉണ്ടോ? 0 ഇല്ല. അപ്പോൾ ഈ ആൻസർ തെറ്റാണ്. ഓക്കെ, അപ്പം ഈ ആൻസർ തെറ്റാണ്. അത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു വേരിയേഷൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനൊരു -1ഉം ഇവിടെ ഒരു +1ഉം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ എന്താവും? ഇപ്പം ഇതിലേറ്റവും മാക്സിമം എന്താ? ഇതാണ് ഗ്ലോബൽ മാക്സ്. അപ്പോൾ ഇവിടെ -3 പകരം 1 ആകും. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ ഞാൻ ഇത് രണ്ടായിട്ടത് വലിയ ടോട്ടൽ -8 ആണ്. ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് -9 ആണ് ഗ്ലോബൽ മിനിമം വരിക. ഓക്കെ, അപ്പം ഇതിലേറ്റവും മാക്സിമം എപ്പോഴും 1 അപ്പോൾ 1 റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ആൽഗോരിതം കറക്റ്റ് ആവും. അപ്പം ഈ ഒരു എഡ്ജ് കേസ് ഉണ്ട്. അതായത് എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു എഡ്ജ് കേസ് ഉണ്ട്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഇത് എപ്പോൾ റിട്ടേൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ മാക്സിമം പോസിറ്റീവ് ആണോ നോക്കുക. ഇത് പോസിറ്റീവ് മാത്രം ഇത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഗ്ലോബൽ മാക്സിമം മാത്രമാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, കാരണം നെഗറ്റീവിൽ ഏറ്റവും വലിയ വാല്യൂ എന്താ? മാക്സിമം. അതിലത്തെ ഏറ്റവും വലിയ മാക്സിമം വാല്യൂക്കാണ്. അതായത് ഈ -3 -2 -3 ഉണ്ടാവും, -2 ആവണം ആൻസർ. ഇനി നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ഈ കറണ്ട് സമ്മ് ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഞാൻ 0. പിന്നെ മാക്സിമം, അതായത് ഗ്ലോബൽ മാക്സിമം എത്രയും നോക്കണം. കറണ്ട് മാക്സിമം എന്നാണ് ഞാൻ ഇതിന് വാല്യൂ ഇടുന്നത്. പിന്നെ ഒരു ഗ്ലോബൽ മാക്സിമം എത്രയെന്നുള്ളത് നോക്കണം. അതിന് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വാല്യൂ വെച്ചിട്ടാണ്. കാരണം ഇതിന് നമുക്ക് 0 ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് കേസ് വരുന്ന സമയത്തും ഇത് ട്രൂ ആവില്ല. കാരണം മാക്സിമം ഓഫ് നെഗറ്റീവും 0 കൊടുക്കും, 0 എപ്പോഴും വരിക. പിന്നെ ഇൻഫിനിറ്റി -ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റി കൊടുക്കാണ്ട്. കാരണം ഇതിലേക്ക് എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം 0 എന്നുള്ള ഫസ്റ്റത്തെ വാല്യൂ, അതായത് തന്നിരിക്കുന്ന ലിസ്റ്റിലെ ഫസ്റ്റത്തെ വാല്യൂ കൊടുക്കുന്നത്. പിന്നെ ടോട്ടൽ നമുക്ക് ട്രാക്ക് ചെയ്യണം. ടോട്ടൽ ശരിക്കും നമുക്ക് സം ഓഫ് നംസ് എടുത്താലും കിട്ടും. പിന്നെ നമ്മൾ എന്തായാലും ലൂപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ലൂപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മിനിമം എത്രയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യണം. അതും ഞാൻ 0 എന്ന് എടുക്കണം, കാരണം അത് എന്തായാലും അപ്ഡേറ്റ് ആവുന്നതാണ്. പിന്നെ ഗ്ലോബൽ മിനിമം ഞാൻ ഫസ്റ്റത്തെ വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക, കാരണം മേലെ പറഞ്ഞ സെയിം റീസൺസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഈ നമ്പർ ഇറ്ററേറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഈ അരയിലൂടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാതും അപ്ഡേറ്റ് ചെയ്യുക. അപ്പം കറണ്ട് മാക്സിമം എന്താണ്? ഒന്നുകിൽ ഈ കറണ്ട് മാക്സിമം പ്ലസ് തന്നിരിക്കുന്ന വാല്യൂ, അല്ലെങ്കിൽ ആ വാല്യൂ മാത്രം. ഓക്കെ, ഇതാണ് കറണ്ട് മാക്സിമം മാറിയിട്ടുണ്ടെങ്കിൽ ഗ്ലോബലിനെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഗ്ലോബൽ ഇതുവരെയുള്ള ഗ്ലോബൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാക്സ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ടോട്ടലിന് അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കറണ്ട് മിനിമം അതിനും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കറണ്ട് മിനിമം പറഞ്ഞാൽ മേലത്തെ സെയിം സംഭവമാണ്, പക്ഷേ അതിൻ്റെ മിനിമം വാല്യൂ ആണ് ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറണ്ട് മിനിമം
പ്ലസ് നമ്പർ അല്ലെങ്കിൽ നമ്പർ മാത്രം. പിന്നെ ഗ്ലോബൽ മിനിമം സെയിം മിനിമം ഓഫ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ മിനിമം ആണോ അതോ കറൻറ്റ് മിനിമം ആണോ ഏറ്റവും ചെറുത് നോക്കുന്നു. ഓക്കെ, ഇത്ര ഉള്ളൂ ആൻസർ. അത് ഇനി നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാം. ഞാൻ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഏറ്റവും മാക്സിമം വാല്യൂ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഗ്ലോബൽ മാക്സ് അല്ലെങ്കിൽ ടോട്ടൽ മൈനസ് ഏറ്റവും ചെറിയ സബ് അറേ അല്ലേ. ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതായത് ഗ്ലോബൽ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത്, ഗ്ലോബൽ മാക്സിമം പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബൽ മാക്സിന് തന്നെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് കേസൊക്കെ പാസ്സായിട്ടുണ്ട്, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് സക്സസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും സിമ്പിളാണ്, ഈ ആൽഗോരിതം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ കൂടെ LeetCode 56 എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കണം. സിമിലർ ആൽഗോരിതമാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നേക്കാം.